ആഞ്ജനേയ. സ്വീറ്റി സർ. ഭഗവാനെ, ആഞ്ജനേയ കാത്തുകൊള്ളണേ. ജിമ്മിലെ ഫീസ് തരാനുള്ളവന്മാരൊക്കെ കൃത്യമായിട്ട് തരണേ. ആനുവൽ സബ്സ്ക്രിപ്ഷൻ എങ്ങനെയെങ്കിലും കൂട്ടി തരണേ. ആ, ഒരു സാധനവും തല്ലിപ്പൊട്ടിക്കാൻ രക്ഷപ്പെടുത്തണേ. കാത്തുകൊള്ളണേ. സ്വീറ്റി, come on. സ്വീറ്റി. എന്തൊക്കെ സർ? ജീവനുണ്ട്. ഓ, ശവാസനമാണെന്ന് തോന്നുന്നു. യോഗനിദ്ര. ആ, ഓക്കെ. കൊള്ളാവുന്നൊരുതിന് നമുക്ക് കിട്ടുന്നില്ല. ആ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് കേർണൽ. Good morning, ma'am. ഇംഗ്ലീഷ് വല്ലതും അറിയാവോ? Good morning, Venkatesh. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. So, how's the Josh? ജോഷ് ഇസ് ഗുഡ്. ജോഷ് ഇസ് ഗുഡ്. You have a good gym, good equipment. I appreciate it. I'll tell to my friends in army. ഓക്കെ സർ. Keep up the spirit. Jai Hind. താങ്ക്സ്. ജയ് ഹിന്ദ് കേർണൽ. ജയൻ. Jai Hind. Jai Hind. ദോഷം വരാതിരിക്കാതെ എന്തെങ്കിലും ഉണ്ട്. സ്വീറ്റ്, നമുക്ക് കാണാൻ സാറിന് ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് സ്ട്രോങ് ആക്കാം. കൊള്ളാവുന്ന ഒരാളെങ്കിലും ഉള്ളത് അയാളാണ്. അത് ഈ രണ്ടെണ്ണമായിരിക്കും. ആശയൊക്കെ തരും, പക്ഷേ എന്ത് പ്രയോജനം? Okay, ഒരു sir. കാര്യമില്ല. വാ. പോട്ടെ 3 നിനക്ക് OB റീയൂണിയന് പോകുന്ന 6 പാക്ക് വെക്കാനുള്ളതല്ലേ? ഒന്ന് ആൻ ചെയ്യടാ. ഇതിലും സ്പീഡ് ചെയ്ത അടുത്ത OBക്ക് മുമ്പേ ഞാൻ തട്ടിപ്പോവളിയാ. ചെയ്യടാ 4 ചെയ്. ഇന്നെന്റെ ലെഗ് ഡേ ആണ് ടഫ്. എൻ്റെ ബൈസും ട്രൈസും ആയിരുന്നു. 92 93 കമോൺ ബ്രോ. 94 നോക്ക് 96 97 കമോൺ 97 98 കമോൺ ബ്രോ. കമോൺ 99 കമോൺ 99 വരട്ടെ. ചേട്ടാ ജസ്റ്റ് ഓസമായിരുന്നു. 99 awesome. താങ്ക് യു. എന്റെ മുടിപ്പുര ചെലവ് നടത്തണം കേട്ടോ. അവളന്മാര് കുറച്ചു നേരം കൂടെ നിന്നിരുന്നെങ്കിൽ എന്റെ അടിയന്തരം നടത്തേണ്ടി വന്നതിന് അളിയാ. ഡേയ്, നീ കൂടെ ഒന്ന് ചെയ്യടാ. ഞാൻ നേരത്തെ ചെയ്തതല്ലേ? അത് 3 അല്ലേ ഉള്ളൂ. 3 ചെയ്തോ? ഓവർ സ്ട്രെയിൻ ആയോ എന്നൊരു ഡൗട്ട്. വേണ്ട, നീ തന്നെ ചെയ്താൽ മതി. നിനക്ക് OBക്ക് 6 പാക്ക് വേണ്ടടേ. ഓ വേണ്ട. വീണ്ടും ഞാൻ. ഡേയ്, നീ നമ്മുടെ നിസാമിനെ ബ്രെയിൻ വാഷ് ചെയ്ത് OB റീയൂണിയന് കൊണ്ടുവരാമെന്ന് പറഞ്ഞ കാര്യം എന്തായി? ഞാൻ പഠിച്ച പണി 18 നോക്കി. നോ രക്ഷ. എടാ, നീ അവനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം. പഴയ കഥകളും തമാശകളും ഒക്കെ പറഞ്ഞ് അവനെ നൊസ്റ്റ് പഠിപ്പിക്കണം. എന്നാലേ കാര്യം നടക്കൂ. ഞാൻ അവനെ ഡെയിലി വിളിച്ച് സ്കൂളിൽ വരെ മോട്ടിവേറ്റ് ചെയ്തതാ. എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് അങ്ങനെ സ്കൂളിനെ പറ്റി പ്രത്യേകിച്ച് ഇമോഷൻ ഒന്നും തോന്നുന്നില്ലടാ. നീ പുറത്തുള്ള വല്ല സ്മോൾ കലാപരിപാടിയും പറ, നമുക്ക് നോക്കാം. ഇങ്ങനെയൊക്കെ ഒരുത്തം പറഞ്ഞ് എന്ത് ചെയ്യാനടാ? ഡാ, നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ കാണാന്ന് പറയണ്ടേ നീ? എന്നെയൊന്നും ആർക്കും ഓർമ്മ കാണില്ല. ഞാനൊന്നും അത്ര പോപ്പുലർ ഒന്നും അല്ലായിരുന്നല്ലോ. നിന്റെ ഹാൻഡിലിങ് ശരിയാകത്തോണ്ടാ. എന്നാ നീ അങ്ങ് ഹാൻഡിൽ ചെയ്യ്. ഇനി നീ വിളിച്ചിട്ട് 5 വർഷമായി OBA റീയൂണിയൻ വരാത്തവൻ വന്നാ നീ 1 മാസത്തേക്ക് അബ്ഡമൻ എക്സസൈസ് ചെയ്യണ്ട. ആഹാ, എന്നാ അവനെ ഒന്ന് കൊണ്ടുവന്നിട്ട് എന്നെ കാര്യം. ഫോൺ എവിടെ? ഇനി വന്നില്ലെങ്കിൽ ഡെയിലി 10 എണ്ണം വെച്ചെടുത്തോണം. നിസാമല്ല, അവൻ്റെ അപ്പൂപ്പനെ വരെ ഞാൻ വരുത്തും. നീ കണ്ടോ? ഹലോ. എടാ, നീ OBക്ക് വരുമല്ലോ. എനിക്ക് കറക്റ്റ് നമ്പർ കിട്ടിയാലേ റൂമൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എടാ, ഞാൻ വരുമെന്ന് തോന്നുന്നില്ലടാ. പോടാ കോപ്പേ, നീ ആലോചിക്കാന്നല്ലേ അരവിന്ദനോട് പറഞ്ഞിരുന്നത്? ആലോചിച്ചടാ, പക്ഷേ നമ്മളുള്ള കാലത്തൊന്നും സ്കൂളൊക്കെ കുറേ മാറിയല്ലോ. ആ, കുറച്ചൊക്കെ മാറി കളിയാ, പക്ഷെ അധികം മാറിയിട്ടില്ലെന്നാണ് സത്യം. എടാ, നീ ചുമ്മാ അവനെ പോലെ ക്ലീഷേ ഡയലോഗ് അടിക്കാതെടാ. ഡാ, സീരിയസ്ലി, ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് പോയതല്ലേ. നോക്കാടാ. നീ ഒരൊറ്റ കാര്യം എനിക്ക് വേണ്ടി ചെയ്, ബാക്കി നിന്റെ ഇഷ്ടം. നീ കണ്ണടച്ച് ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം ഇമാജിൻ ചെയ്യാവോ? ഓക്കേടാ, അപ്പോൾ ശരിടാ, ഞാൻ ഇമാജിൻ ചെയ്തിട്ടൊക്കെ വിളിക്കാം.
ഇന്ന് ഭയങ്കര ഹാപ്പി ആണല്ലോ. എന്താ പരിപാടി? ഹേ നത്തിങ്. പുഡിങ്സ് സ്പെഷ്യൽ ഉണ്ട്. പിന്നെന്താ? ദാ വരും. ആഹാ, ഓഹോ, ലേറ്റ് ആയിട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് അടിയാണല്ലേ പരിപാടി. നീ പോയിട്ട് എടുത്താൽ മതി എന്ന് വിചാരിച്ചതാ. ടൈമിംഗ് തെറ്റിപ്പോയി. ഓ ട്രൈ ചെയ്. അടിപൊളി. ഇത് ആരേ വാ, കേടില ഐറ്റം. എൻ്റെ അമ്മായിയമ്മയുടെ സ്പെഷ്യൽ ബീഫ് ചില്ലിയാണ്. എപ്പടി? പോളി സാധനം. ഇനി പണി പോയാലും പുള്ളിക്കാരി വെച്ചൊരു ഹോട്ടലൊക്കെ തുടങ്ങി ജീവിക്കാം. ഇവർക്ക് പണ്ട് ഒരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു കഴക്കൂട്ടത്ത്. കഴക്കൂട്ടത്തോ? ഹോട്ടലോ? പേരെന്താ? ശ്യാമളയെന്നോ മറ്റോ ആയിരുന്നു. ശ്യാമള? ഇപ്പോൾ ഇല്ല, കൂട്ടിപ്പോയി. അക്കാലത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു? ഉഫ്, ഒന്നും പറയണ്ട. ബീഫ് ചില്ലി തന്നെയായിരുന്നു ഏറ്റവും ഫേമസ്. നീ കണ്ണടച്ച് ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം ഇമാജിൻ ചെയ്യാവോ? നീ നമ്മുടെ മെസ്സിൻ്റെ മുൻപിൽ നിൽക്കുന്നതായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്തേ. ആ, ഇനി പതുക്കെ കഥക് തുറന്ന് മെസ്സിൻ്റെ ഉള്ളിലോട്ട് കയറിക്കോ. പണ്ട് നമ്മളിരുന്ന ബെഞ്ചുകളും ടേബിളുകളും ഒക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ നീ. ഇനിയൊന്ന് ശ്വാസം വലിച്ചെടുത്തേ. ആ, ഇത്രയും കറക്റ്റായി ചെയ്താൽ മതി. ബാക്കിയെല്ലാം സെറ്റാണ്. The wind was a torrent of darkness among the gusty trees. The moon was a ghostly galleon. What's a galleon, Papa? Amma? The moon was a ghostly galleon Wow. tossed upon cloudy seas. The road was a ribbon of moonlight over the purple moor. Clot, 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 clot. The highwayman came riding, riding, riding up to the old inn door. And Mole, galleon means a sailing ship. Oh, so you know all this, Papa? പിന്നെ ഇതൊക്കെ പപ്പ സ്കൂളിൽ എത്ര തവണ ഹൈവേ മാനായി പറഞ്ഞതാണെന്ന് നിനക്കറിയാമോ? കുറെ നാളായി തള്ളില്ലായിരുന്നല്ലോ, വീണ്ടും തുടങ്ങിയോ? One kiss, my bonny sweetheart. I have a prize to win tonight. Wait for me by moonlight. Watch for me by moonlight. I shall come to thee by moonlight. Though hell shall bar the way. ഒന്ന് പോയി കുളി മനുഷ്യ. പപ്പ പോട്ടാ. ശോഭിത